ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 28 ഞായർ. ചിന്താവിഷയം കാര്യവിചാരകത്വം, വിശ്വസ്തതയും സുതാര്യതയും. കാര്യവിചാരകത്വം, സ്റ്റുവർട്ട്ഷിപ്പ് തിരുവചനത്തിലെ സുപ്രധാനമായ ഒരു ചിന്തയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചന ഗ്രന്ഥങ്ങളിൽ ഈ ആശയത്തിന്റെ വിവിധ ഭാവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉത്തമമായ കാര്യവിചാരകത്വമാണ് ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് വിശ്വസ്തയോടെ നിർവഹിക്കുവാനുള്ള വലിയ ബാധ്യത മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ദൈവസൃഷ്ടിയായ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായതെല്ലാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നൽകപ്പെട്ട വിഭവങ്ങളുടെ കാര്യവിചാരകത്വവും അവനെ വരമേൽപ്പിച്ചിരിക്കുന്നു. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമ്പോഴാണ് ദൈവം മുമ്പിൽ വിശ്വസ്തരാകുന്നത്. ഈ വസ്തുത ശ്രദ്ധയോടെ മനസ്സിലാക്കണം. വേദഭാഗങ്ങൾ ഇപ്രകാരമുള്ള ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഒന്നാം പാഠഭാഗം 2 രാജാക്കന്മാർ 12:4-15 വരെ. യഹോവാശ് രാജാവ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള പണം സ്വരൂപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന്റെ വിവരണമാണ് വേദഭാഗം. ജനങ്ങൾ വിശ്വസ്തരായി അതിന് ആവശ്യമായ പണം നൽകുന്നു. ഇത് നിർവഹിച്ചവരുടെ വിശ്വസ്തത ഈ വേദഭാഗത്ത് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. രണ്ടാം പാഠഭാഗം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1-11 വരെ. ആദിമ സഭയുടെ ചരിത്രത്തിൽ ഏവരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് അനന്യാസിന്റെ സഫീറയുടെയും മരണം. വിശ്വാസികൾ തങ്ങളുടെ വസ്തുവകൾ വിറ്റ് അതിന്റെ പണം ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിരുന്നതായി കാണുന്നു. ഇപ്രകാരം അനന്യാസും സഫീറയും ചെയ്തു. എന്നാൽ അവർ ഈ പ്രവൃത്തിയിൽ പ്രകടമാക്കിയ അവിശ്വസ്തതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. വസ്തുക്കൾ വിൽക്കാൻ അവരെ നിർബന്ധിക്കുകയോ വിൽപ്പനയിൽ ലഭിച്ചത് മുഴുവൻ നൽകണമെന്ന് പറയുകയോ ചെയ്തില്ല. ലഭിച്ചതിൽ കുറെ ഭാഗം അവർ സൂക്ഷിച്ചു. എന്നാൽ സമ്പൂർണ്ണ സമർപ്പണമുള്ളവരായി ഭാവിച്ചു. വിശ്വസ്തത നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇത് വ്യക്തമായ ഒരു മുന്നറിയിപ്പായി തിരുവചനത്തിൽ കാണുന്നു. ലേഖനഭാഗം 1 കൊരിന്ത്യർ 4:1-5 വരെ. വിശ്വാസ സമൂഹവും അപ്പോസ്തലന്മാരെ പോലെ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും ശുശ്രൂഷകരുമാണെന്ന് ഇവിടെ പറയുന്നു. എന്നാൽ വിശ്വസ്തത പ്രഥമ അനുഭവമായി കാത്ത് സൂക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ലഭിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളോടും നാം നീതി പുലർത്തണം. ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന ആത്മീയത. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 19:12-24 വരെ. താലന്തുകളുടെ ഉപമ എന്ന പേരിൽ വേദഭാഗം അറിയപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ഇതിന് സമാനമായ ഉപമ കാണുന്നു. രണ്ടിലും സന്ദേശം ഒന്നു തന്നെയാണ്. എന്നാൽ വിവരണത്തിൽ ചില വ്യത്യാസങ്ങൾ ദൃശ്യമാണ്. കേൾവിക്കാർക്ക് പരിചിതമായ സംഭവങ്ങളെ ആസ്വാദ്യകരവും ഹൃദയങ്ങളിൽ പുത്തൻ ചിന്തകൾ ഉണർത്തുവാൻ പര്യാപ്തവുമായ കഥകളായി പറയുന്ന രീതി യേശുവിന്റെ പ്രത്യേകതയായിരുന്നു. മധുവും മണവുമുള്ള പൂക്കളെ ഷഡ്പദങ്ങൾ ആകർഷിക്കുന്നത് പോലെ കർത്താവിന്റെ വാക്കുകളെ ശ്രവിക്കുവാൻ ജനങ്ങൾ അവന്റെ അരികിൽ എത്തിയിരുന്നു. തികച്ചും ആകർഷകമായ വാക്കുകളും ചിന്തകളുമാണ് കർത്താവ് പങ്കിട്ടത്. അതിൽ ആകർഷിതരായ കേൾവിക്കാർ കർത്താവിനെ താല്പര്യത്തോടെ അനുഗമിച്ചിരുന്നു. വിട്ടുമാറാനാവാത്ത ആത്മബന്ധമാണ് കർത്താവ് തന്റെ വാക്കുകളിൽ കൂടെ സൃഷ്ടിച്ചത്. വരണ്ട ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴ പോലെ യേശുവിന്റെ വചസ്സുകൾ ആശ്വാസദായകമായിരുന്നു. കർത്താവ് പറഞ്ഞ എല്ലാ ഉപമകൾക്കും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതേസമയം സമകാലീനമായ ചരിത്രവും ഉപമകൾക്ക് വിഷയമാക്കിയിരുന്നു. അതിനാൽ ഉപമകളിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രോതാക്കൾക്ക് യാതൊരു പ്രയാസവുമില്ലായിരുന്നു. റബ്ബിമാരുടെ കഥകളിൽ നിന്നും യേശുവിന്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ആധികാരികതയും സംവേദനക്ഷമതയുമായിരുന്നു. അത് ജനഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. ഈ സത്യം മനസ്സിലാക്കി ഉപമകളെ വായിക്കേണ്ടതാണ്. പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും തങ്ങൾക്ക് ലഭിച്ച നന്മകൾ അവരിലേക്ക് മാത്രമായി ചുരുക്കി മതചിന്തകളെ സങ്കീർണമാക്കിയ സാഹചര്യത്തിലാണ് യേശു ഉപമ പറയുന്നത്. 4 കഥാപാത്രങ്ങൾ ഈ കഥയിലുണ്ട്. ഒരു യജമാനനും 3 ദാസന്മാരും.
ദാസന്മാരെ താലന്തുകൾ ഏൽപ്പിച്ചിട്ട് യജമാനൻ ദൂരയാത്ര പോകുന്നു. താലന്തുകൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. സ്വതന്ത്രമായി അതിനെ വിനിമയം ചെയ്യുവാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. എന്നാൽ ലഭിച്ചവരുടെ കണക്ക് ബോധിപ്പിക്കണമെന്ന് സത്യം അവർ അറിഞ്ഞിരുന്നു. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഇപ്രകാരമാണ്. ദൈവകാരുണ്യമാണ് ഇതിന് മുഖാന്തരമായിരിക്കുന്നത്. എന്നാൽ അതിൽ വലിയ ബാധ്യത അന്തർലീനമായിട്ടുണ്ട്. നമുക്ക് ലഭിച്ചവയോടുള്ള കാര്യവിചാരകത്വമാണ് പരിഗണിക്കേണ്ടത്. 3 ദാസന്മാർ ഉപമയിലുണ്ടെങ്കിലും അവരുടെ മനോഭാവങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്നാമതായി താലന്തുകൾ വർദ്ധിപ്പിച്ചവർ. 5ഉം 2ഉം താലന്തുകൾ ലഭിച്ചവർ പരമാവധി വിശ്വസ്തയോടെ പ്രവർത്തിച്ചു. അവ 10ഉം 4ഉമായി വർദ്ധിപ്പിച്ചു. ഇച്ഛയ്ക്കനുസരിച്ച് താലന്തുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ദാതാവിനോടും ദാനത്തോടും അവർ വിശ്വസ്തരായിരുന്നു. അതിനാൽ ഏറ്റവും ഭംഗിയായ താലന്തുകളെ ഉപയോഗിച്ചു. ഇത് വലിയ ആത്മീയ സത്യമാണ് നൽകുന്നത്. വിവിധമായ അളവിലും രീതിയിലും എത്രയോ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവൻ, ആരോഗ്യം, കഴിവുകൾ, സാധ്യതകൾ തുടങ്ങി എല്ലാം ദൈവം നൽകിയ താലന്തുകളാണ്. പലപ്പോഴും ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് ഈ ഗണത്തിൽ നാം ഉൾക്കൊള്ളിക്കുന്നത്. ഇത് ശരിയല്ല. എല്ലാം ദൈവം നൽകിയത് മാത്രം. നൽകപ്പെട്ടതിനോട് നാം ഉത്തമ കാര്യവിചാരകത്വം പുലർത്തണം. ഇത് സംഭവിക്കാത്തതാണ് നമ്മുടെ പരാജയം. അതിനാൽ ലോകം അഭിശപ്തമാകുന്നു. ദൈവദാനമായ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഉപയോഗശൂന്യമാക്കുമ്പോൾ നമ്മെ ഭരമേൽപ്പിച്ച വിശ്വപ്രപഞ്ചത്തോടുള്ള അവിശ്വസ്തതയാണ് പ്രകടമാക്കുന്നത്. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അവിശ്വസ്തതയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതിനാൽ വാസയോഗ്യമായ സാഹചര്യം നഷ്ടമാകുന്നു. ദൈവം നൽകുന്ന താലന്തുകളെ കുറിച്ച് വിശാലമായ വീക്ഷണം ആവശ്യമാണ്. ലഭിക്കപ്പെട്ട കാര്യവിചാരകത്വത്തെ കുറിച്ച് ശരിയായ അവബോധമുണ്ടെങ്കിൽ അലക്ഷ്യമായ ജീവിതം നമുക്ക് സാധ്യമല്ല. നൽകപ്പെട്ട നന്മകളെ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നത് എന്റെ കയ്യൊപ്പിനാൽ നിന്നെയുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്നാണ്. ഒരു ചെറിയ അഗ്നിസ്ഫുലിംഗം മൂടിക്കത്തിച്ച് അഗ്നിജാലയാക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. താലന്തുകളെ വർദ്ധിപ്പിച്ചവരെ യജമാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. അവർക്ക് അഭിനന്ദനങ്ങളും കൂടുതൽ ചുമതലകളും നൽകുന്നു. ദൈവം നമ്മോട് ചോദിക്കുന്നത് എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ്, എത്ര വർദ്ധിപ്പിച്ചു എന്നല്ല. എന്നാൽ ദൈവം ഏൽപ്പിച്ച താലന്തുകളെ കുറിച്ച് ഉത്തമ ബോധ്യം ആവശ്യമാണ്. അതോടൊപ്പം ദൈവം തന്നതാണെന്ന ചിന്ത ഒരിക്കലും വിസ്മരിക്കരുത്. ദാതാവ് ദൈവമാണെന്ന സത്യം മറന്ന് എല്ലാം സ്വന്തം നേട്ടമാണെന്ന ചിന്തയിൽ അഭിരമിക്കുന്നവർ ഉണ്ട്. ഇത് നിസ്സാരനായ മനുഷ്യന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ്. കർത്താവിന്റെ ഉപമയിലെ കാർഷിക അഭിവൃദ്ധി നേടിയ ധനവാനായ മനുഷ്യൻ ഇത്തരം ചിന്തകളുടെ വക്താവായിരുന്നു. ആ വ്യക്തിയെയും കർത്താവ് മൂഢൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. ദൈവം നൽകിയെന്ന ബോധ്യം ഈ മനുഷ്യന് നഷ്ടപ്പെട്ടു. എല്ലാം സ്വന്തം കഴിവുകൾ കൊണ്ട് കരഗതമാക്കിയെന്ന വിചാരം അവനെ ശക്തമായി ഭരിച്ചിരുന്നു. ഈ ഉപമയിൽ ദുഷ്ടനും മടിയനുമായ ദാസനെ യജമാനൻ വിളിക്കുമ്പോൾ പ്രതീക്ഷകൾ നിറവേറ്റാത്ത ദാസനെ കുറിച്ചുള്ള യജമാനന്റെ വേദന അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ദൈവമുമ്പിൽ നൽകുവാൻ ബാധ്യതയുണ്ടെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് നാം വിസ്മരിക്കരുത്. കാര്യവിചാരകത്വത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിലപിക്കാതെ ജാഗരൂകമായി അധ്വാനിക്കുമെങ്കിൽ നാം അനുഗ്രഹീതരാകും. അതിൽ കൂടെ നമ്മുടെ വീക്ഷണങ്ങളെ പുതുമയുള്ളതാക്കാൻ സാധിക്കും. രണ്ടാമതായി, ലഭ്യമായതിനെ ഉപയോഗശൂന്യമാക്കിയ ദാസൻ. കഴിവുകൾക്ക് അനുസൃതമായ യജമാനൻ താലന്തുകൾ വിഭജിച്ച് നൽകുന്നു. വിശ്വസ്തത ലോകത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതിനാലാണ് താലന്തുകളുടെ അളവിലുള്ള വ്യത്യാസം കാണുന്നത്. ലഭിച്ചതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ നിഷ്ക്രിയനായ ദാസനെ ഇവിടെ കാണുന്നു. അലസത, മറ്റുള്ളവരിൽ കുറ്റം മാത്രം കണ്ടെത്താനുള്ള പ്രവണത, ഭീരുത്വം തുടങ്ങിയുള്ള നിഷേധാത്മക നിലപാടുകളാണ് ഈ ദാസനിൽ കാണുന്നത്. തെറ്റായ ചിന്തകൾ അർത്ഥശൂന്യതകളിലേക്ക് അവനെ നയിച്ചു. യജമാനനെ കുറിച്ചുള്ള അവന്റെ അഭിപ്രായങ്ങൾ വളരെ അധമമായിരുന്നു. അവൻ പറയുന്നത്, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു.
മുൻവിധിയുടെ ഇരുണ്ട മുഖമാണ് ഈ ദാസനിൽ കാണുന്നത്. അനുമാനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിക്കുന്ന അഭിപ്രായങ്ങൾ എത്ര വികൃതമാണ്. എല്ലാം ഭാവനകൾ മാത്രം. നിർവഹിക്കാതിരുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള കുറ്റബോധം അവന് ശക്തമായിരുന്നു. ഇത്തരം നിഷേധാത്മക വിചാരങ്ങൾ ഭരിച്ചിരുന്നതിനാൽ അവനിലുള്ള കർമ്മശേഷി നിഷ്ക്രിയമായി. തുടർന്നുള്ള എല്ലാ ചര്യകളിലും പരാജയത്തിന്റെ പാതയിൽ കൂടിയായിരുന്നു യാത്ര. ലഭിച്ചത് തിരികെ എടുക്കുമെന്ന പരിതാപകരമായ അവസ്ഥയിൽ ദാസൻ എത്തിച്ചേർന്നു. ഇങ്ങനെ സംഭവിക്കരുതെന്ന മുന്നറിയിപ്പ് കർത്താവ് ഉപമയിൽ കൂടെ നൽകുന്നു. ഉപമ നൽകുന്ന നിസ്തുലമായ സന്ദേശങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു താലന്ത് ലഭിക്കാത്തവരായി ആരുമില്ല. താലന്തുകളുടെ വൈവിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. വിവിധമായ താലന്തുകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെയാണ് ലോകം സുഗമമായി മുന്നോട്ട് പോകുന്നത്. ഇല്ലാത്തതിനെ കുറിച്ച് പരിഭവം ആവശ്യമില്ല. ലഭിച്ച താലന്ത് പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്രകാരം ചെയ്യുന്ന ദാസനാണ് വിശ്വസ്തൻ. പ്രവർത്തിക്കാത്ത ദാസൻ കുറ്റക്കാരനാണ്. അവൻ കർമ്മരഹിതനായതിനാൽ ലഭിച്ചതും നഷ്ടമാകുന്നു. എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. കാര്യവിചാരകത്വം എന്ന മഹത്തായ പദവി ദൈവം മനുഷ്യന് നൽകുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന യജമാനന്റെ സംബോധനയ്ക്ക് നിന്നെ അധികത്തിന് വിചാരകനാക്കുന്ന പദവിക്കും യോഗ്യമായ പ്രവർത്തന ശൈലി നമ്മിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തക രചനാകാലങ്ങളിൽ കാര്യവിചാരകർ സുപരിചിതരായിരുന്നു. യജമാനൻ, കാര്യവിചാരകർ, അടിമ, ഇതായിരുന്നു കുടുംബ വ്യവസ്ഥയുടെ ഭരണക്രമം. ഇതിൽ കാര്യവിചാരകന്റെ സ്ഥാനം ശ്രേഷ്ഠമായിരുന്നു. യജമാനു വേണ്ടി സർവവും നിർവഹിക്കുന്നത് കാര്യവിചാരകർ ആയിരുന്നു. പുതിയ നിയമചിന്തയിൽ കാര്യവിചാരകനും കാര്യവിചാരകത്വവും വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമ എഴുത്തുകാർ അതിന് നൽകുന്ന ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ ശ്രദ്ധേയമാണ്. ദൈവം എല്ലാവരിലും കാര്യവിചാരകത്വം പരമേൽപ്പിച്ചിരിക്കുന്നു. ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. അതിനാൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കണം. ദൈവത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അവന്റെ മുമ്പിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എന്നാൽ ഞാൻ എല്ലാറ്റിന്റെയും അധികാരിയും എല്ലാം നിയന്ത്രിക്കുന്നവരുമാണെന്ന മിഥ്യാസങ്കല്പമാണ് മനുഷ്യന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണം. അമേരിക്കയിലെ ഒക്ലഹോമയിൽ കൊലപാതകങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട തിമോത്തി ജെയിംസ് എന്ന യുവാവ് ശിക്ഷ അറിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ് ആൻഡ് ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. എന്റെ വിധിയുടെ യജമാനനും എന്റെ ആത്മാവിന്റെ കപ്പിത്താനും ഞാൻ തന്നെ. അത് ലോകം ശ്രദ്ധിച്ച വാക്കുകളായിരുന്നു. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ താൻ മാത്രമാണെന്ന ധാർഷ്ട്യത്തിന്റെ പ്രഖ്യാപനമായി ഇതിനെ കാണാം. വിധേയമില്ലാത്ത മനുഷ്യന്റെ ഭീകരത മുഖമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് ജോസഫ് പറയുന്നത്, ദൈവത്തോട് എന്റെ യജമാനനോടും ഞാൻ എങ്ങനെ അവിശ്വസ്തനാകും? കാര്യവിചാരകത്വത്തിന്റെ ഉദാത്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കാണുന്നത്. ഇപ്രകാരം വിശ്വസ്തയോടെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഉത്തമ ഗൃഹവിചാരകരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ വിശ്വസ്തതയും സുതാര്യതയും മുഖമുദ്രയാകട്ടെ. ഒരു VBS ഗാനം ഓർക്കുന്നു, എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുമോ? 5 ലഭിച്ചവൻ 10 ആക്കി, 2 ലഭിച്ചവൻ 4 ആക്കി, 1 ലഭിച്ചവൻ മണ്ണിൽ വെച്ചു, ഒന്നുമില്ലാത്തവൻ നിന്നു മുന്നിൽ. ഒന്നുമില്ലാത്തവരായ ദൈവം മുമ്പിൽ നിൽക്കാതെ ലഭിച്ചവയെ വിശ്വസ്തയോടെ വിനിമയം ചെയ്ത് വർദ്ധിപ്പിച്ച് അനുഗ്രഹീതരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.